ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം വസി. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വിചാരിച്ചത് പുതിയതായി തുടങ്ങിയിട്ടുള്ള യൂട്യൂബർമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒരുപാട് ആളുകൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ പല സംശയങ്ങളെ കുറിച്ചിട്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളുടെ മുമ്പിൽ. എല്ലാവരും എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണണം. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ. എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് കണ്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരുപാട് ആളുകൾ കമൻറ്റ് ബോക്സിൽ പല സംശയങ്ങളും ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ വീഡിയോ എല്ലാം എടുത്തതിന് ശേഷം നമ്മൾ വീഡിയോസ് എഡിറ്റ് ചെയ്യണം. ആ എഡിറ്റ് എങ്ങനെ ചെയ്യും, ഏതിൽ നിന്നാണ് എഡിറ്റ് ചെയ്യുക? അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇൻഷോട്ട് എന്ന് പറഞ്ഞ ആപ്പ് കൂടെയാണ്. അതിൽ മാക്സിമം എല്ലാ കാര്യങ്ങളും ഉണ്ട്. സബ്സ്ക്രൈബ് ബട്ടണും ലൈക്ക് ബട്ടണും ഷെയർ ബട്ടണും എല്ലാം നമുക്ക് ആഡ് ചെയ്യാം. മ്യൂസിക് കൊടുക്കുക. പക്ഷെ മ്യൂസിക് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് കൊടുക്കണം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം സേവ് ചെയ്യുമ്പോൾ മാക്സിമം HD തന്നെ മാക്സിമം സേവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും അത് മറക്കരുത്. YT സ്റ്റുഡിയോയിൽ നമ്മൾ പ്രധാനമായും ചെയ്തു വെക്കേണ്ട കുറച്ച് സെറ്റിങ്സുകളുണ്ട്. ആ സെറ്റിങ്സ് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് പ്രധാനമായി നമ്മൾ ചെയ്തിരിക്കേണ്ട സെറ്റിങ്സ് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുഴുവനായിട്ട് കാണുക. അപ്പോൾ അതിനായി പ്രധാനമായി ചെയ്യേണ്ട കാര്യം, നമ്മൾ ആദ്യം ക്രോം ഓപ്പൺ ചെയ്യുക. ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം യൂട്യൂബ് എന്ന് കാണാം. ആ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. അതിന് താഴെ നമ്മളുടെ ചാനൽ താഴത്ത് കാണാൻ കഴിയും. ആ പ്രൊഫൈൽ നമ്മൾ ഓപ്പൺ ചെയ്യുക. ആ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിന് ശേഷം കസ്റ്റമേഴ്സ് ചാനൽ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക് നമ്മളെ ചാനൽ ക്രോമിൽ YT സ്റ്റുഡിയോ ഓപ്പൺ ആയിട്ട് വന്നു. അതിൽ മേലെ നമുക്ക് കാണാൻ കഴിയും ഹോം ടാബ്. ഈ ഹോം ടാബ് ഓപ്പൺ ചെയ്യുക. ഹോം ടാബ് ഓപ്പൺ ചെയ്തതിന് ശേഷം മോർ സെറ്റിങ്സ് എന്ന് കാണാം. ആ മോർ സെറ്റിങ്സിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. മോർ സെറ്റിങ്സിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം എല്ലാവരും ഇത് ടിക്ക് ചെയ്തിക്കണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഇത് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കി വെക്കണം. അതിനുശേഷം ആൾ കണ്ടൻറ്റ് എന്ന് കാണിക്കുന്ന ഭാഗം ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളത് സേവ് ചെയ്യുക, ഡെൻ ആക്കുക. അതിനുശേഷം താഴോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഭാഗം കാണാം. ആ സെറ്റിങ്സ് നമ്മൾ ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ചാനൽ ക്ലിക്ക് ചെയ്യുക. ചാനൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ കാണാൻ കഴിയും കീബോർഡ്. മേലെ കൺട്രി എന്ന് കാണിക്കും. അപ്പോൾ നമ്മൾ ഏത് കൺട്രിയിൽ നിന്നാണോ വീഡിയോ ചെയ്യുന്നത് അത് നമ്മൾ ഇന്ത്യ എന്നാണ് മാക്സിമം കൊടുക്കുക. എല്ലാവരും നമ്മളപ്പോൾ ഇന്ത്യ കൊടുക്കുക. അതിൻ്റെ അടിയിൽ കീബോർഡ് കാണാം. അപ്പോൾ നമ്മൾ ചെയ്യണ വീഡിയോസ് എന്തൊക്കെയാണോ അതിൻ്റെ കീബോർഡുകളെല്ലാം നമ്മൾ അതിൽ ഷെയർ ചെയ്യുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വലിയ വലിയ ചാനലിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഇതിൽ വന്ന് ആഡ് ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അത് ചെയ്യണം. അതിന് ശേഷം അപ്ലോഡ് എന്ന് കാണിക്കുന്ന ആ ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ഡിഫോൾട്ട്. ഓക്കെ, അപ്പോൾ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്താണോ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ആ ഡിസ്ക്രിപ്ഷൻ നമ്മൾ അതിൽ കൊടുക്കുക. ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇത് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കോപ്പി ചെയ്ത് മറ്റേക്ക് സെൻഡ് ചെയ്യണം. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, അത് ചെയ്യാൻ നോക്കുക. അതിന് തൊട്ടടുത്ത് അഡ്വാൻസ് സെറ്റിങ്സ് എന്ന് കാണാം. ഈ അഡ്വാൻസ് സെറ്റിങ്സിൽ നമ്മൾ താഴോട്ട് പോയ ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇവിടെ ലൈസൻസ് എന്ന് കാണിക്കുന്നിടത്ത് സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസ് തന്നെ കൊടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനപ്പുറത്ത് കാറ്റഗറി എണ്ണം കൊടുത്താലും മതി, കുഴപ്പമില്ല. അതിൻ്റെ അടിയിൽ ലാംഗ്വേജ് എന്ന് കാണിക്കുന്നില്ലേ, ആ ലാംഗ്വേജ് നമ്മൾ ഏത് ലാംഗ്വേജിലാണോ വീഡിയോസ് ചെയ്യുന്നത് ആ ലാംഗ്വേജ് നമ്മൾ മലയാളം ആണ്. മലയാളത്തിലല്ലേ നമ്മൾ വീഡിയോ ചെയ്യുന്നത്, അപ്പോൾ മലയാളം എന്ന് കൊടുക്കുക. അപ്പുറത്ത് ക്യാപ്ഷൻ അതും രണ്ടൊന്ന് കൊടുക്കുക. അതിൻ്റെ അടിയിൽ നമുക്ക് കാണിക്കും ടൈറ്റിൽ നമ്മൾ ഏത് ഭാഷയിലാണോ നമ്മൾ ടൈറ്റിൽ കൊടുക്കൽ. അതിൽ ഇംഗ്ലീഷ് ഇന്ത്യ എന്ന് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനിടയിൽ കമൻറ്റ് ബോക്സ് ഓൺ ആക്കി വെക്കുക. പിന്നെ മോഡിഫിക്കേഷൻ ബേസിക് ആക്കിയാൽ വെച്ചാൽ മതി. അതിൻ്റെ അടിയിൽ വ്യൂസിൻ്റെ ലൈക്ക് എല്ലാവരും ചെയ്യണതിന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് കാട്ടേണ്ടത്, സേവ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബേസിക് കാര്യങ്ങളാണ്. അപ്പോൾ ഈ ബേസിക് കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തിരിക്കണം.
അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരും ഒരു വട്ടം കൂടി ഒന്ന് ചെക്ക് ചെയ്തോളി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ മനസ്സിലാകാത്തവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അതിന് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണും വരെ വണക്കം.